ഹായ്, ഗുഡ് മോർണിംഗ്. നിങ്ങളൊരു ഗോളം എഫക്റ്റിലാണോ? നിങ്ങളുടെ ജീവിതം ഇരുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പോലെ നിറം മങ്ങി മങ്ങി വളരെ ആക്റ്റീവായിരുന്ന നിങ്ങൾ ഒരു ഇരുട്ടിലേക്ക് നീങ്ങിപ്പോകുന്നത് പോലെ തോന്നി തുടങ്ങുന്നു. തീർച്ചയായും ഒരു ആത്മവിശകലനം നമുക്ക് ആവശ്യമാണ്. ഗോളം എഫക്റ്റ് എന്താണ്? ഗോളം എഫക്റ്റ് ഇതൊരു മാനസിക രോഗമൊന്നുമല്ല, ഒരവസ്ഥയാണ്. മറ്റുള്ളവർ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു മാനസിക അവസ്ഥ. വിശദമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. എവിടെ മുതലാണ് നിങ്ങളിൽ ഗോളം എഫക്റ്റ് സംഭവിക്കപ്പെട്ടു തുടങ്ങിയത് എന്ന് അറിയേണ്ടതുണ്ട്. എന്താണ് ഗോളം എഫക്റ്റ്? പലപ്പോഴും നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിത്വങ്ങളിൽ നിന്ന് പകർന്നു ലഭിക്കുന്ന ഒരു ഫീലിംഗ് ആണിത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു രോഗമല്ല, അവസ്ഥയാണ്. ഉദാഹരണത്തിന്, ഒരു കുട്ടി അത്യാവശ്യം നന്നായി പഠിക്കുന്നു, നല്ല മാർക്കുമുണ്ട്, ആക്ടിവിറ്റിയിലും തിരക്കേടില്ല. എന്നിരുന്നാലും തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ താൻ വിചാരിക്കുന്ന മാർക്കിലും പഠന രീതിയിലും എത്തിച്ചേർന്നില്ല എന്ന ആശങ്ക മൂലം ചില മാതാപിതാക്കൾ കുട്ടികൾക്കുള്ള കഴിവിനെക്കുറിച്ച് ഒരു വാല്യൂവും കൊടുക്കാതെ കാണിക്കും. കൂടാതെ നിനക്ക് ബുദ്ധിയില്ല, മണ്ടനാണ്, പൊട്ടനാണ് തുടങ്ങി കുട്ടികളുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ സാമീപ്യത്തിൽ പോലും യാതൊരു കുറ്റബോധവുമില്ലാതെ കളിയാക്കും. ഇത് കുട്ടികളിൽ വ്യക്തിത്വ വികസനത്തെ തന്നെ ബാധിക്കും. എന്ന് മാത്രമല്ല, അവരുടെ ഉള്ള കഴിവുകളെ പോലും പുറത്തു കൊണ്ടുവരാൻ ആവാത്ത വിധം ഉൾവലിഞ്ഞ് നിരാശ അവരെ ഒരു വലയം ചെയ്ത് ഫോഗി മൈൻഡിലേക്ക് മാറ്റും. ഇത് താനൊരു കുറ്റക്കാരനാണെന്നുള്ള അവസ്ഥയിലേക്ക് അവരെ പിന്നിലേക്ക് വലിക്കുന്നു. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഓഫീസിലെ സുപ്പീരിയർ ഓഫീസേഴ്സ് കളിയാക്കാനും കുറ്റപ്പെടുത്താനും മാത്രമായി ചില സമയം കണ്ടെത്തും. അതുപോലെ തന്നെ ചില ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവരൊക്കെ നമ്മളിൽ ഉണ്ടാക്കുന്ന മാനസിക മരവിപ്പ് പങ്കുവഹിക്കുന്നതിന് ഇവർക്ക് പ്രധാന പങ്കുണ്ട്. തുടർച്ചയായ ഈ കുറ്റപ്പെടുത്തലുകൾ മൂലം ചിന്തകൾ അതിര് കടക്കാൻ തുടങ്ങും. നമ്മുടെ പ്രകടനത്തെയും അതിരുകടന്ന നെഗറ്റീവ് ചിന്തകളിലേക്കും ഇത് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് പേടിയുള്ള ഒരാളായി മാറുന്നു. എന്തിനും ഏതിനും താൻ ചെയ്താൽ ശരിയാവില്ല എന്ന ഒരു പുകവലയം അല്ലെങ്കിൽ ഫോഗി മൈൻഡ് സെറ്റ് സംഭവിക്കപ്പെടുന്നു. ഇത് തികച്ചും അപകടകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റും നമ്മളോട് ഇടപെടുന്ന വ്യക്തികളിൽ ഏത് തരത്തിലുള്ള ആളുകളിലേക്ക് നമ്മൾ സഹവസിക്കേണ്ടത് എന്ന് സ്വയം തീരുമാനിക്കുക. ആദ്യം നമ്മൾ എടുക്കേണ്ട 1-2 ടിപ്സ് ഉണ്ട്. എന്ത് വിധത്തിലും നിങ്ങളെ തരം താഴ്ത്തുന്ന, ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കുക. നിങ്ങളോട് മറ്റുള്ളവർക്കുള്ള തെറ്റായ മനോഭാവത്തെയും പ്രതീക്ഷകളെയും നിങ്ങളുടെ പ്രവർത്തന മികവ് കൊണ്ട് ചോദ്യം ചെയ്യുക. മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള നല്ലതും ചീത്തയും ഇഷ്ടവും ഇഷ്ടക്കേടും ഇതൊന്നുമല്ല നമ്മുടെ വിജയം. സ്വയം സ്നേഹിക്കുക. സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ് എന്ന മാജിക്കൽ വേർഡിലൂടെ നമുക്ക് പലതും നേടാൻ കഴിയും. ഫോഗി മൈൻഡ് സെറ്റിലൂടെ പുകമറ നിറഞ്ഞ ഒരു അവസ്ഥയിലൂടെയാണോ നമ്മൾ ജീവിതം കൊണ്ടുപോകേണ്ടത്? അതോ നമ്മളിവിടെ ജീവിച്ചിരുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ നമ്മുടേതായി അവശേഷിപ്പിക്കേണ്ടതുണ്ട് എന്ന ബാധ്യതയോട് കൂടിയ ജീവിതമാണോ നമുക്ക് വേണ്ടതെന്ന് സ്വയം തീരുമാനിക്കുക. അതിനുശേഷം ജീവിതത്തെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുക. ചെറിയൊരു ജീവിതമാണ്, വളരെ മനോഹരമാക്കുന്നവരും അതിൻ്റെ മാധുര്യവും വീര്യവും വീഞ്ഞു പോലെ കൂടിക്കൊണ്ടേയിരിക്കും. അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്.